പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന CCTV ദൃശ്യം വന്നിട്ടുണ്ട്. അതായത് ആ ഒരു CCTV ദൃശ്യം ഞാനിപ്പോൾ വെച്ചു തരാം. ഈ പറയുന്ന ശഹലയും കാമുകനും ഒരു ബേക്കറിക്കുള്ളിൽ പോയിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങുന്ന നടുക്കുന്ന CCTV ദൃശ്യമാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ വെച്ചു തരാം. അതിനുശേഷം ഓരോ മരുമക്കളും ഓരോ അമ്മായിയമ്മമാരും കാണേണ്ട ഒരു വീഡിയോ ദൃശ്യം ഉറപ്പായിട്ടും നിങ്ങൾക്കറിയും. അതായത് മരുമക്കളെ ദ്രോഹിക്കുന്ന അമ്മായിയമ്മമാരും കാണണം, അമ്മായിയമ്മമാരെ ദ്രോഹിക്കുന്ന മരുമക്കളും കാണണം. ഓക്കെ, ആ ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ വെച്ചു തരാം, ഓരോരുത്തരും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പൊന്നു പ്രേക്ഷകരെ, ആ ഒരു CCTV ദൃശ്യം ഞാൻ വെച്ചു തരാം. എല്ലാവരും മാക്സിമം അതായത് ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ്, ഈ ഒരു കുഞ്ഞു വിരലിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താൽ, അതായത് വീഡിയോ കാണുന്ന 1 ലക്ഷം പേർ കാണുന്നുണ്ടെങ്കിൽ 75,000 പേരും സബ് ചെയ്യാത്തവരാണ്, ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യം ആ ഒരു CCTV ദൃശ്യം ഒന്ന് കാണാം. ഓക്കെ, ഇവളെ ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയാ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറേ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പിന്നെ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഇവർ ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിലില്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിന്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം. എന്താ അല്ലേ അഹങ്കാരത്തോടെ അവളുടെ ആ ഒരു ഡ്രസ്സിങ്ങും, എന്താ അല്ലേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, ഭർത്താവിന്റെ വീട്ടിൽ ചില പീഡനങ്ങൾ, ഭർത്താവിന്റെ സഹോദരി കാരണമാണ് അവൾ ഒളിച്ചോടിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 പിഞ്ചോമന മക്കളുടെ ഒരു ബാപ്പയുടെ കൂടിയല്ലേ ഇവൾ പോയത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് മരുമക്കളെ വേർതിരിച്ചു കാണുന്ന അമ്മായിയമ്മ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് പെട്ടെന്നാണ് അലയുന്നത്. ഞാൻ കരഞ്ഞു പോയി ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട്. നിങ്ങൾ ഒന്നൊന്നായിട്ട് കാണണം. ഓക്കെ, ദീപ്തി ഇവിടെ ഇരിക്കുവാണോ? എൻ്റെ ബാത്റൂമേ കുറച്ച് ഡേർട്ടി ആയിട്ടിരിക്കുവാണ്, ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാമോ? ആ ജിഷിനെ ഇത് കഴിഞ്ഞു വന്ന് ചെയ്യാം. ഓക്കെ ദീപ്തി. ചേച്ചി പറഞ്ഞു ബാത്റൂം കഴുകിയിടാൻ. നീ എന്താ അവളെ വേലക്കാരിയോ? നിനക്ക് വേറെ ജോലിയില്ലേ? നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോണത്? നമ്മുടെ വീടല്ലേ ചേട്ടാ. നമ്മുടെ വീടെന്ന് പറഞ്ഞ് നീ എന്തിനാ അവളെ ബാത്റൂം കഴുകാൻ പോകുന്നത്? അതിനിപ്പോ എന്താ, എന്റെ ചേച്ചിയും അമ്മയും പോലെയല്ലേ ഇവിടെ ഉള്ളവര്. എത്ര പറഞ്ഞാലും കേക്കില്ലല്ലോ. എന്താന്ന് വെച്ചാ ചെയ്. നിങ്ങൾ എന്താ വൈകിയത് ഇത്ര? കടയിൽ നല്ല തിരക്കായിരുന്നു അമ്മ. നീ ഒരു ചായ ഇട്. ആ ദീപ്തി, എനിക്ക് ഹോർലിക്സ് മതിയേ. പിന്നെ ദീപ്തി, എനിക്ക് രാത്രിയിലത്തേക്ക് കഞ്ഞി മതി. നിനക്കോ? എനിക്ക് ചപ്പാത്തിയും എഗ് റോസ്റ്റും മതി. ചേട്ടാ ചായ വേണോ? നീ വരുന്നവരെ അവര് കാത്തിരുന്നോ ചായ ഇടാൻ വേണ്ടി? ഒരു ചായ ഇല്ലേ ചേട്ടാ, 10 മിനിറ്റിന്റെ കാര്യമില്ലുള്ളൂ. ഓക്കെ, ബാക്കി വെച്ചു തരാം. ഇതിന്റെ അവസാന ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ കാണണം, ബാക്കിയും കൂടി കാണാം. ദീപ്തി, ദാ ഇതും കൂടെ ഉണ്ട്. പിന്നെ കളർ പോവാതെ കഴുകണേ.
ഓ. മോളെ ഞാനും കൂടെ സഹായിക്കണോ? വേണ്ട ഏട്ടാ, കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ കഴുകിക്കോളാം. നീ എന്തിനാ അവളെ തുണിയാ കലക്കാൻ പോണേ? നീ ആരും ഇവിടുത്തെ വേലക്കാരിയോ? കുറച്ച് തുണി അലക്കാണ്ട് വേലക്കാരിയാവോ? നിന്റെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവരുടെ തുണിയും കഴുകി ഇവിടെ ജോലിയും ചെയ്ത് നടക്കല്ലെന്ന്. പറഞ്ഞാ കേക്കില്ലല്ലോ. ചേട്ടാ ഒന്ന് അകത്ത് പോയേ. അമ്മയുടെയും ചേച്ചിയുടെയും ഡ്രസ്സ് കൂടെ അല്ലേ ഉള്ളൂ, ഞാൻ അത് കഴുകിട്ട് പെട്ടെന്ന് വന്നേക്കാം. പോയേ. എടി, ഈ മാസവും കച്ചവടം നല്ല കുറവാ. ഇങ്ങനെ പോയാ എന്താവുമെന്ന് ഒരു പിടിയുമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് ചോദിക്കട്ടെ. അത് കിട്ടിക്കഴിഞ്ഞ് എനിക്കെന്തെങ്കിലും ജോലിക്ക് പോവല്ലോ. നീ എന്റെ കൂടെ ഇറങ്ങി വന്ന ദേഷ്യത്തില് അവരത് കത്തിച്ചു കളഞ്ഞെങ്കിലോ? അങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ എന്തായാലും അമ്മ ഒന്ന് വിളിച്ച് തിരക്കട്ടെ. നമുക്ക് എന്തായാലും ചോദിക്കാം. അവർക്ക് നേരിട്ട് തരാൻ മടിയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വഴി വാങ്ങിക്കാം. ഓക്കെ, ബാക്കി വെച്ചു തരാം. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇവർ കാണിച്ചു തരുന്നത് അല്ലേ. ബാക്കിയും കൂടി കാണാം. ശരി. മോളുണ്ടാക്കിയതാണോ എന്ന് അറിയുള്ളൂ. അയ്യേ, ഞാൻ ഉണ്ടാക്കോ? ഇത് അവൾ ഉണ്ടാക്കിയതാ. അമ്മേ, കച്ചവടം ഒട്ടുമില്ല അമ്മേ. പുതിയ കുറച്ച് സ്റ്റോക്ക് ഇറക്കിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ. അതിന് നീ അതങ്ങ് ചെയ്. എന്നോട് പറയുന്നത് എന്തിന്? അതല്ല അമ്മേ, കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. അമ്മ എനിക്കൊരു 50,000 രൂപ കടം തരണം. എന്റെ കയ്യിൽ എവിടുന്ന മോനെ ഇത്രയും കാശ്? നീ നിന്റെ ചേട്ടനോട് ചോദിക്കും, അവൻ തരും. അയ്യോ, ചേട്ടന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നുമില്ല. നീ വിളിക്കാതിരിക്കുന്നതാ നല്ലത്. അന്ന് നീ ദീപ്തിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞതാണ്, ആ ചെറ്റ കുടിലി എന്നൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവന്ന 5 പൈസയുടെ പ്രയോജനം നിനക്ക് കാണൂല. ഇന്ന് കണ്ടില്ലേ, പണയം വെക്കാൻ ഒരു തരി സ്വർണം പോലും ഇല്ലാതെ നീ നട്ടം തിരിയുന്നത്. അമ്മ എന്തിനാ ഇപ്പൊ അവളെ പഴി പറയണത്? ഓക്കെ, ബാക്കി വെച്ചു തരാം. എന്താ അല്ലേ അമ്മ പറഞ്ഞാൽ എന്താ സഞ്ജു തെറ്റ്? ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലേ നിങ്ങൾക്കാർക്കും കാശ് കൊടുക്കാതെ ഒരു വേലക്കാരിയെ കിട്ടിയില്ലേ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്ക്. അവൻ പറഞ്ഞ കേട്ടോ അമ്മ? നമ്മള് അവളെ ഇവിടെ ഇട്ട് പണി എടുപ്പിക്കുവാന്നേ അവൾ അവനോട് പറഞ്ഞു കൊടുത്തു കാണും. എങ്കിലേ കാര്യമായിപ്പോ. മോളെ, നിന്നെ എന്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് 4 ആളറിയെ അന്തസ്സായിട്ടാണ്. അപ്പൊ നീയാണോ എന്റെ മോനെ വശീകരിച്ച് ആ ചെറ്റക്കുടലിന്ന് വന്നു കയറിയ അവളാണോ ഇവിടെ പണിയെടുക്കേണ്ടത്? കല്യാണത്തിന് മുന്നേ എന്റെ വീട്ടിൽ എന്നെ കൊണ്ട് ഒരു പണി എടുപ്പിച്ചിട്ടില്ല. എന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞതേ, കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ എന്തെങ്കിലും ജോലി എടുക്കേണ്ടി വന്നാലേ ഒരു സെർവന്റിനെ വെച്ചോളാനാ. ഇവിടെ ഇപ്പൊ അവള് സെർവന്റ് ആയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ഇനി എന്തിന് വേറെ സെർവന്റിനെ വെക്കണം? മോളെ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ആ രേവതിയുടെ കാര്യങ്ങളൊന്നും നീ ചെയ്തു കൊടുക്കണ്ടെന്ന്. എന്നാലും ഇത്രയും കാലം എന്നെ ഒരു വേലക്കാരിയെ പോലെ ആയിട്ടാണല്ലോ അവര് കണ്ടത്. ഭർത്താവിന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാം, ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും നല്ല കൈപ്പുണ്യാണ് അവൾക്ക് കേട്ടോ. നല്ല ടേസ്റ്റ്. അമ്മേ, നമുക്ക് ജോലി കിട്ടി. ടെക്നോ പാർക്കില്ല, അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ കാര്യമൊക്കെയോ? ഇവിടുത്തെ എന്ത് കാര്യം? അത് ചേച്ചി, ഞാൻ കുറെ നാളായിട്ട് നിങ്ങളോട് പറയണമെന്ന് കരുതുന്നതാ. എവളെ ഞാൻ കല്യാണം കഴിച്ചേക്കുന്നതേ നിങ്ങളുടെ വേലക്കാരിയാക്കാൻ വേണ്ടിയല്ല, എന്റെ ഭാര്യയായിട്ടാ. ചേട്ടാ വെറുതെ പ്രശ്നമൊന്നും വേണ്ട. ഓക്കെ, ബാക്കി വെച്ചു തരാം. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ബാക്കിയും കൂടി കാണാം. ഒരു നല്ലവള് വന്നിരിക്കുന്നു. എടീ, നീ പിരികേറ്റിയാണ് അമ്മ ഇതൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓസിന് വന്നു കയറിയോളല്ലേ നീ, അങ്ങനെ സുഖിച്ച് കഴിയാവുന്നൊന്നും വിചാരിക്കണ്ട കേട്ടാ. അമ്മേ മതി. ഒന്ന് പോടാ പെൺകോന്ന. അവള് പറയണ കേട്ടോണ്ട് വന്നിരിക്കുന്നു സംസാരിക്കാൻ. ദേ, ഞാൻ ഒരു കാര്യം പറയാം, ഇത് എന്റെ വീടാ. ഇവിടെ പണിയെടുക്കാതെ താമസിക്കാന്നൊന്നും വിചാരിക്കണ്ട. അല്ല, കാലം നീട്ടി ഇരിക്കണമായിരുന്നെങ്കിലേ അതിനുള്ള വകയും കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ പറ്റൂലെങ്കിലോ? എങ്കിൽ അവൾ ഇവിടെ നിക്കണ്ട, അവിടുത്തെ പൊക്കോളം പറ. അങ്ങനെ അവള് മാത്രം പോണില്ല, പോണെങ്കിലേ ഞാനും പോവുക. നീയും പോയാലും എനിക്ക് ഒരു ചുക്കും വരായിട്ട. എനിക്കേ എന്റെ മോളുണ്ട്. ആ വാടി.
ചേട്ടാ നമുക്ക് പോണോ? അവിടെ നടന്നതൊക്കെ നീ കണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനി ഇവിടെ നിൽക്കണേ? ഇനി ഇവിടെ നിന്നാ നമ്മുടെ ലൈഫിലുള്ള ഹാപ്പിനെസ് ഇവിടെ നഷ്ടപ്പെടും. ഫാൻ ഇട്ടിട്ടുകൂടി ഒരു രക്ഷയില്ല. എന്തൊരു ചൂട്! എന്റെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് മാറണില്ല. അവക്ക് ജോലി കിട്ടിയത് കൊണ്ടാണ് അവർ രണ്ടും കൂടെ പോയത്, ഇല്ലെങ്കിൽ ഇങ്ങനെ പോകില്ലായിരുന്നു. ഓക്കെ, ഇനിയാണ് ക്ലൈമാക്സ് ഒക്കെ വരുന്നത്. എന്നാലും സഞ്ജു അങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല. സഞ്ജു പാവമാണ് മോളെ. അവളാണ് അവനെ കൂടെ ഇങ്ങനെ ആക്കിയെടുത്തത്. മോളെ, കുറച്ച് ദിവസമായിട്ട് കാലിന് നല്ല വേദന. ഒന്ന് തടവിക്കേണ്ട സമയമായി. മോളെയോ ഒന്ന് തടവി തരുമോ? പോയാ? അമ്മേ, ദേ ഇതും കൂടി ഒന്ന് കഴുകിയിട്ടേക്കണേ. അമ്മ, എനിക്കൊരു ചായ, ഹോർലിക്സ് ഇടണേ. അതിനിപ്പോ ചായ കുടിക്കാനുള്ള സമയമായ? ചായ കുടിക്കാൻ എന്തിനാ ഇപ്പൊ പ്രത്യേക സമയം? തോന്നുമ്പോ അങ്ങ് കുടിക്കണം. ഓക്കെ ഓക്കെ, കളി തുടങ്ങി. ഇനിയാണ് ക്ലൈമാക്സ്. ഒന്ന് ഇടമ്മ. ദേ, ഈ ബാത്റൂം ഇത്ര വൃത്തികേടായിട്ട് കിടക്കണ കണ്ടില്ലേ? ഒന്ന് കഴുകിയിട്. ആ അതെ അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യാനുണ്ടേ, ഞാൻ വിളിച്ചിട്ട് വരാം. ഇനിയിപ്പൊ അത് ഞാൻ തന്നെ ചെയ്യണം. ദീപ്തി പോയത് വലിയ ചതിയായി പോയി ചേട്ടാ. അമ്മ വെക്കുന്നതിനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. മോളെ, ചേട്ടാ ഞാൻ വിളിക്കാവേ. അമ്മ, അയ്യോ, ഒന്ന് പിടിച്ചെണീപ്പിക്ക്. ചേട്ടാ അമ്മയ്ക്ക് നടുവിനൊരു പൊട്ടലുണ്ട്. ആ, ഞാൻ അമ്മയുടെ അടുത്ത് ഇരിക്കുവാ, ഞാൻ കൊടുക്കാം. അമ്മേ. ഹലോ. ആ മക്കളെ, ആ ഫിസിയോതെറാപ്പി ചെയ്താലും 1 വർഷം കിടക്കേണ്ടി വരുമെന്നാ ഇപ്പൊ ഡോക്ടർ പറയുന്നത്. ആ, ഞാൻ അവളെ കൊടുക്കാം. എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ. ഹലോ. ആ ചേട്ടാ ഞാൻ വിളിക്കാം. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള അമ്മായിമാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ വരും. ഇത് ശപിക്കുന്നതല്ല, കർമ്മ. കർമ്മ എന്ന ദൈവം എന്ന മഹാശക്തി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ബാക്കിയും കൂടി കാണാം. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പണിയെടുത്ത് മച്ചിട്ട് നടു ഓടിയല്ലോ. ഇതെന്തോന്ന് കഞ്ഞിയാ? കഞ്ഞി എന്നെ കൊണ്ട് പറ്റൂ.
ഒരു സ്പൂൺ എടുത്തോണ്ട് വരൂ. ഞാനൊരു 10 മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ അമ്മ. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. എനിക്ക് വയ്യ ഇങ്ങനെ. രാവിലെ എണീറ്റ് കുളിപ്പിക്കണം, ഉടുപ്പിടിക്കണം, കഞ്ഞും കറിയും വെക്കണം. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ അമ്മ ചാവും മുന്നേ ഞാൻ ചാവും. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഒരു സർവന്റിനെ വെക്കാം. എന്നിട്ട് മാസം മാസം അവർക്കുള്ള ശമ്പളം നിങ്ങൾ കൊടുക്കൂ. പിന്നെ ഞാൻ സഞ്ജുവിനെ വിളിക്കാൻ പോവാ. അപ്പോ ദീപ്തിയും വരുമല്ലോ. ഇനി അവള് നോക്കട്ടെ, എനിക്ക് വയ്യ. എന്തായാലും ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അവളെ കല്ലെറിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് സ്ക്രിപ്റ്റാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയും കൂടി കാണാം. ഇനി നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയഞ്ഞിട്ടാ ഈ കിടപ്പ് കിടന്നാലും അവനെ നീ വീട്ടിൽ കയറ്റാൻ പോണില്ല. വാശിയുടെ കാര്യത്തിൽ അമ്മയെ തോപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നിങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞങ്ങ് നിന്നാ മതി. രേവതി, രേവതി മോളെ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുക്കുവോ? മോളെ രേവതി, രേവതി. ഫോൺ എടുക്കടി, അത് ബെല്ലടിക്കല്ലേ? അവിടുത്തെ അമ്മ നടന്ന് വിളിക്കുന്നത്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, കർമ്മ എന്നതിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇതൊരു സ്ക്രിപ്റ്റായി കാണിക്കുന്നുണ്ടെങ്കിലും ഇതാണ് നിലവിൽ സംഭവിക്കുന്നതല്ലേ. ബാക്കിയും കൂടി അവസാനത്തെ ഒരു ഭാഗമാണ്, അത് കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, രേവതി എവിടെ വല്ലതും വന്നാ? അവള് രാവിലെ മുതൽ ഇവിടെ കാണുന്നില്ല. അവളിവിടെ ഉണ്ട്. എന്റെ കൊച്ചു പണിയെടുത്ത് നടുവൊടിഞ്ഞ് 2 ദിവസം നിൽക്കാൻ വന്നതാണ് ഇവിടെ. ഞാൻ രാവിലെ മുതല് ഒരു ഗ്ലാസ് വെള്ളം പോലും ഒന്നും കുടിച്ചിട്ടില്ല. ഇവള് മാത്രമല്ലല്ലോ, വേറെ ഉണ്ടല്ലോ മോനും മരുമോളും. ഇവിടെ ഒന്ന് നോക്കാൻ പറ. അമ്മേ, ചേച്ചി, അമ്മേ, ചേച്ചി. അമ്മേ, 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 എണീക്ക്. അമ്മേ, നീ പോയി വെള്ളം എടുത്തിട്ടോ. അമ്മേ, കണ്ടല്ലോ പൈസക്കാരി മരുമോളുടെ തനി കോണം. ഒരിടത്ത് വീണ് കിടന്നപ്പോഴേ ആരുണ്ട് ആരില്ല എന്ന് ഇപ്പൊ മനസ്സിലായോ? മനഃപൂർവ്വം അവൾ ഇവിടുന്ന് പോയതാണ് നമ്മളെ വരുത്താൻ വേണ്ടി. അമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതേ, അമ്മ വീണേന്റെ അന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും വന്നേനെ, ഇവിടെ വന്ന് നോക്കുകയും ചെയ്തേനെ. ഓക്കെ, അപ്പോൾ ഈ കഥ അവസാനിക്കുകയാണ്. ഇത് വലിയൊരു പാഠമാണ്. ഓക്കെ, ഇത് ഞാൻ ഈ പറയുന്ന ഷഹലയുടെ കേസിൽ വെച്ചത് ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കുറേ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടുന്നത്. ഇത് ഒളിച്ചോടുന്നത് വലിയ തെറ്റ് തന്നെയാണ്. അമ്മായിയമ്മമാരുടെ പീഡനം, എൻ്റെ പൊന്നമ്മായിയമ്മമാർ നിങ്ങളെ കാല് പിടിക്കാം. വേണ്ട, എന്തിന്? 3 ദിവസത്തെ ദുനിയാവല്ലേ. നിങ്ങളെ സ്വന്തം മക്കളെ പോലെ അവരെ സ്നേഹിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളെയും അവർ തിരിച്ച് സ്നേഹിക്കും, അത് ഉറപ്പാണ്. ചില മരുമക്കളുണ്ട് വെറും വൃത്തികെട്ടവരാണ്, ഇപ്പോൾ ഈ ഇതിൽ കണ്ടതുപോലെ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പെരുമാറും. അപ്പോൾ തൽക്കാലം ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പൊന്നു പ്രേക്ഷകർ, അടുത്ത വീഡിയോ വിടാൻ വരാം. ഓക്കെ, ബൈ.